ഹലോ എവരിവൺ, എല്ലാവരും കാത്തിരുന്ന റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒഫീഷ്യലി റെയിൽവേയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വരും ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ റെയിൽവേ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെയും ടെക്നീഷ്യൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ ആ എക്സാംസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ എന്താണ് ഈ പരീക്ഷ, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയേണ്ടവർക്ക് ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റുകളിലേക്ക് മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കറന്റ് വന്നിരിക്കുന്നത്. നോർമലി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതുപോലെ ടെക്നീഷ്യൻ ഒരുമിച്ചായിരുന്നു വരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം നിങ്ങൾ വെബ്സൈറ്റിൽ, റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് കരുതപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കുറേ അടുത്തായിട്ട് ഇപ്പം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ജെന്യൂനിറ്റി ഒക്കെ പലർക്കും ഒരു സംശയം എന്നിരുന്നാൽ പോലും അതിനെപ്പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഓഫ് ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. CN നമ്പർ 1/2024 എന്ന് പറഞ്ഞാണ് പുതിയ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 20 ജനുവരി 2024, 2024 ജനുവരി 20-നാണ് ആപ്ലിക്കേഷൻ വരുമെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ജനുവരി 20-നാണ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആവാൻ പോകുന്നത്. അതായത് അപ്ലൈ ചെയ്യാൻ ജനുവരി 20-ന് പറ്റും. അതായത് മറ്റന്നാൾ മുതൽ തന്നെ ആപ്ലിക്കേഷൻ ലൈവ് ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി 19. ചിലപ്പോൾ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ്ലി എഴുതുന്നത്. ഫെബ്രുവരി 19 വരെ നമുക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, മറ്റെല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ വേക്കൻസീസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പേ ലെവൽ 2 ആണ് പറയുന്നത്. ഇനിഷ്യൽ പേ 19,900, മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1. ഏജ് ലിമിറ്റിനെ പറ്റി പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് മാറ്റം വരുമോ എന്നുള്ള ചോദ്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ട് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. 18 to 30 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിയുടെയാണ് പറയുന്നത്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7/2024 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കാം. ജനറൽ കാറ്റഗറിയുടെ വേസ് ആണ് ഇവിടെ പറയുന്നത് 18 മുതൽ 30 വരെ. ഇനിയും ഇവിടെ വേക്കൻസീസിൻ്റെ നമ്പർ പറയുന്നത് 5696 ആണ് കറൻ്റ്ലി ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരിക്കുന്ന വേക്കൻസീസിൻ്റെ നമ്പർ. അതുപോലെ ഏജിൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ ALPക്ക് വേണ്ട സ്റ്റാൻഡേർഡ്സ്, വിഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചെക്ക് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണെന്ന് പറയാം. ഇനിഷ്യലി ഇതിൻ്റെ ഒരു ചെറിയ എന്താണ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നേരത്തെ അറിയുന്നത് തന്നെയാണ്. SSLC പ്ലസ് ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നെല്ലാം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. NCVT അല്ലെങ്കിൽ SCVT ഇൻ ദ ട്രേഡ്സ് ഓഫ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെയിൻ്റെനൻസ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഇതിൻ്റെ അതർ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫീസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് 500 ആണ്, 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. SC ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് ഫീസ് 250 രൂപയാണ്, 250 ആണ് വരുന്നത്. ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. CN നമ്പർ 1/2024 എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് ആയിരിക്കും വരുന്നത്. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ RRBയുടെ ഡിഫറൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. നമുക്കറിയാം RRB ട്രിവാൻഡ്രത്തിന് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ RRB ചെന്നൈ, RRB ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ RRBസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വരുന്ന ദിവസങ്ങളിൽ ഈ അപ്ഡേറ്റ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നോക്കാം. ഇത് ഓൺലൈൻ മോഡിലൂടെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് RRBയുടെ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് പല
സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ RRB ട്രിവാൻഡ്രം ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയും വെബ്സൈറ്റ്സ് ഓഫ് RRB പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അഹമ്മദാബാദ്, അജ്മീർ, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ജമ്മു കാശ്മീർ, കൊൽക്കത്ത, മുംബൈ, മുസാഫർപൂർ, പാട്ന, പ്രയാഗ്രാജ്, റാഞ്ചി, സെക്കന്ദരാബാദ്, സിൽഗുരി, ഇവിടെ ട്രിവാൻഡ്രം, RRB ട്രിവാൻഡ്രം, ഗോരഖ്പൂർ, ഇങ്ങനെ ഈ പറയുന്ന RRBs എല്ലാം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് അറിയേണ്ട മറ്റു കാര്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ പറയുന്നത്. എലിജിബിലിറ്റി പറയുന്നുണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാക്കി ഡീറ്റെയിൽ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ടു ഓൺലി 1 RRB ആൻഡ് ഓൺലി 1 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹാസ് ടു ബി സബ്മിറ്റഡ്. അപ്പോൾ എല്ലാ RRB ലിസ്റ്റിലോട്ടും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്ത് അവിടെ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻലി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി കാണും. നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, RRB ALPയെ സംബന്ധിച്ച ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സിലബസ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സ്റ്റേജ് 1 എന്താണ്, സ്റ്റേജ് 2 എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പറയുകയാണ്, ദിശ അക്കാഡമി ഓൺലൈനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി കോഴ്സസ് ചെയ്യുന്നുണ്ട്. അത് ലൈവായിട്ടും റെക്കോർഡറായിട്ടും ഇപ്പോൾ കറൻ്റ്ലി തന്നെ 2 ബാച്ച്, റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വന്ദേ ഭാരത് ബാച്ച് എന്ന പേരിൽ അടുത്തൊരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ALPയുടെ സെപ്പറേറ്റ് ബാച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള കൊട്ടാരക്കര, ട്രിവാൻഡ്രം, അതുപോലെ കോഴിക്കോട് 3 സെൻറ്ററുകളിലും ബാച്ചുകൾ നെക്സ്റ്റ് മന്ത് ആദ്യം തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ സെൻറ്ററിൽ റെയിൽവേയുടെയും SSCയുടെയും പുതിയ ബാച്ച് ജനുവരി 29 ഈ വരുന്ന 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ഓഫ്ലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നിങ്ങളുടെ മുമ്പിലില്ല. എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ റെഡി ആവുക മാത്രമാണ് ഇനി വേണ്ട റിക്വയർമെൻറ്റ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് വരെ വരുന്ന ദിവസങ്ങളിൽ ലൈവ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എത്രയും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.